2-3 വർഷമായി ഇതുപോലെ ഈ അഴുക്ക് വെള്ളവും ഒരു ബാത്റൂമിലെ വെള്ളമൊക്കെ തുറന്നു വിടുന്നതാണ് പറയുന്നത്. ഇത്രയും ഭാഗത്ത് ക്യാൻസറിന്റെ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഈ ഭാഗത്താണ്. ചെയ്യാന്നൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കളക്ടർക്കും ഇവർക്കൊക്കെ പരാതി കൊടുത്തായിരുന്നു. ഈ നമ്മുടെ ഈ വ്യവസായ വകുപ്പിനൊക്കെ പരാതി കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗത്തുനിന്നായിട്ട് നമ്മളെ ഒരു ചർച്ചയ്ക്ക് പോലും ഇതുവരെ വിളിച്ചിട്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം പൂവന്തുരുത്താണ്. ഈ ഒരു പൂവന്തുരുത്ത് നിവാസികൾ കഴിഞ്ഞ കുറേ നാളുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ കുറച്ച് ഫാക്ടറികൾ കാരണം ഈ പ്രദേശത്ത് ആകമാനം വലിയ ബുദ്ധിമുട്ടുകളാണ് ഇവർക്കിപ്പോൾ നേരിടേണ്ടതായിട്ട് വരുന്നത്. ഇവിടുത്തെ കുടിവെള്ളം ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടിലാണ്. മലിനജലം ഈ ഒരു കുടിവെള്ള കേന്ദ്രത്തിലേക്ക് ഉൾപ്പെടെ ഒഴുക്കി വിടുന്നു എന്നാണ് ഈ ഒരു പ്രദേശവാസികൾ ഉൾപ്പെടെ ഇപ്പോൾ പരാതിയായി പറയുന്നത്. എൻ്റെ പേര് വിനയൻ എന്നാണ്. ഞാൻ ഈ പൂവന്തുരുത്ത് താമസിക്കുന്ന ആളാണ്. അപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പൂവന്തുരുത്തിൽ മാലിന്യവെള്ളം ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് ഒഴുകി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പ്രോപ്പർട്ടിയിൽ അവർ ഓട വെട്ടി ഈ റെഡിമിക്സിൻ്റെ കമ്പനിയിൽ നിന്നുള്ള മാലിന്യങ്ങളും മറ്റു കമ്പനികളിലുള്ള മാലിന്യങ്ങൾ ഈ ഓടയ്ക്കകത്തുനിന്ന് നമ്മുടെ പൊതുജനം താമസിക്കുന്ന സ്ഥലത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ ആൾക്കാർ, എൻ്റെ ഉൾപ്പെടെ കുറേ ആൾക്കാരുടെ കിണറുകളും മറ്റും മലിനമായിട്ടുണ്ട്. അപ്പം അതിൻ്റെ അധികാരികൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. പിന്നെ ഈ ഓട ഇങ്ങോട്ട് വെള്ളം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വെള്ളം ഈ പൊതു മേഖലയിലോട്ട് വരാതിരിക്കാനുള്ള ഒരു നടപടികളും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇതിപ്പോ ഒരു 1-2 വർഷമായി ഇത് ഞങ്ങൾ സഹിക്കാൻ തുടങ്ങിയിട്ട്. കിണറിലെല്ലാം മൊത്തം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം. കിണറ്റിലെല്ലാം ഒരുമാതിരി എണ്ണമയം പോലെയാ സംഭവം. ഇവരോട് പറയുമ്പോൾ അത് ഇവര് ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കളക്ടർക്കും ഇവർക്കൊക്കെ പരാതി കൊടുത്തായിരുന്നു. ഈ നമ്മുടെ ഈ വ്യവസായ വകുപ്പിനൊക്കെ പരാതി കൊടുത്തായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗത്തുനിന്നായിട്ട് നമ്മളെ ഒരു ചർച്ചയ്ക്ക് പോലും ഇതുവരെ വിളിച്ചിട്ടില്ല. കളക്ടറൊക്കെ നേരിട്ട് കണ്ടു കൊടുത്തതാണ്. അടുത്തത് ഞങ്ങള് പ്രക്ഷോഭം ഉണ്ടാക്കും. നമുക്ക് സൗകര്യമായിട്ട് ഇവിടെ ജീവിക്കണം. ഇപ്പോൾ ഈ സ്ഥലം കമ്പി എടുക്കുന്നതിന് മുമ്പ് ഒരു പട്ടണ സ്ഥലമായിരുന്നു. അപ്പോൾ അത് അന്നേരം തൊട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം. അപ്പം അന്ന് മക്കള് വെളിയിലാക്കിയ അപ്പനും അമ്മ മരിച്ചുപോയി. അന്നേരം ഒരു പ്രാവശ്യം ഇവർ വന്നപ്പോഴത്തേന് ഇവരോട് പറഞ്ഞാൽ മതിൽ കെട്ടാൻ പറയും. ഇവർ മതിൽ കെട്ടുന്നത് എം ചെയ്തത്. അന്നേരം ഇൻഡസ്ട്രിയിലേക്കകത്ത് മൊത്തം വെള്ളം ഞങ്ങളുടെ ഇതിലാണ് പോരുന്നത്. അപ്പോൾ ആ പണ്ടന്നേരം ഒരു ഓട ഉണ്ടായിരുന്നു. ആ ഓട നികന്ന് വെച്ച് ഈ വെള്ളം മൊത്തം നികന്നിട്ട് ഞങ്ങളെ പുതിയ വീടാണ് പഞ്ചായത്തിന് കിട്ടിയാണ്. അടുക്കള വഴി കയറിയിട്ട് അടുക്കള അകത്ത് കയറില്ല, നട വരെ കയറും. അപ്പം ഈ 10 പൊക്കി നിങ്ങളുടെ അകത്ത് കയറത്തില്ല. ബാക്കി അതിലെല്ലാം വെള്ളം വേസ്റ്റും ബായന്മാരുടെ ഷഡ്ഡി വരെ ഒഴുകി അതിനകത്തും എല്ലാം കിണർ ഇവിടെയുള്ള കിണറെല്ലാം നശിച്ചിരുന്നു. കാരണം കുടിക്കാൻ വെക്കുന്നില്ല, ഞങ്ങളുടെ കുടികളായിരുന്നു. അങ്ങനെ എത്രയോ നാളെ ഈ ദുരിതങ്ങൾ മൊത്തം അനുഭവിച്ചുകൊണ്ട് ഈ ഇന്നലെ ഇവരെല്ലാം വന്ന് ഞങ്ങൾ മുതലാളിയെ വിളിച്ചപ്പോഴത്തേന് അവർ പറഞ്ഞു അങ്ങനെ ഇങ്ങനെയാണ് ഞങ്ങൾ മഴവെള്ളമാണ് വരുന്നത്, അല്ലാതെ കമ്പനിയിൽ നിന്ന് വരുന്ന വെള്ളമല്ല. അപ്പം ഞാൻ നടന്ന പുള്ളി എൻ്റെ ഫോണിൽ നോക്കും. ഞാൻ പറഞ്ഞു സാറേ ഇത് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നത് മഴവെള്ളം തന്നെ അല്ല, ഇത് നിങ്ങളുടെ കമ്പനികളുടെ എത്രയോ കമ്പനികളുടെ വെള്ളമാണ് ഇതുവഴി ഒഴുകി വരുന്നത്. അത് ഞങ്ങൾക്കാണ് ഏറ്റവും ബാധകം. കാരണം ഈ കമ്പനിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന വീട് നമ്മുടെ വീടും എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്, അത് അവർ വിറ്റിട്ട് അവർ പോയി. അവർ പൊക്കത്തില്ല. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിട്ടുണ്ട് ഇത്ര നാളുമായിട്ടും. 2021 ഞങ്ങളൊരു കേസ് കൊടുത്തതായിരുന്നു. ഇപ്പോൾ വാർഡ് കൗൺസിൽ ഉൾപ്പെടെ സരസമ്മാൾ ഉൾപ്പെടെ വ്യവസായ വകുപ്പ് കേസ് കൊടുത്തു, പൊല്യൂഷൻ കൺട്രോളിലും കേസ് കൊടുത്തു. അപ്പോൾ വലിയ കേസായിരുന്നു. കേസായതിനു ശേഷം ഇവർ ഞങ്ങളോട് എഗ്രിമെൻ്റ് ചെയ്തു അവരുടെ വെള്ളം അവരുടെ ബൗണ്ടറിയിൽ തന്നെ അവർ കുളം കുത്തിയോ കിണർ കുത്തിയോ സ്റ്റോർ ചെയ്തിട്ട് ആ വെള്ളം അവർ റീസൈക്കിൾ ചെയ്തോളാമെന്ന്. അങ്ങനൊരു ധാരണയിലാണ് അന്ന് പിരിഞ്ഞത് അവിടെ നിന്ന്. പിന്നെയും ഈ ഹെവിയാക്കാരും ഇത്രയും ഫാക്ടറികളുടെ വെള്ളം, കടുവാക്കുളം പോലുള്ള ഫാക്ടറിയുടെ വെള്ളം അല്ല ഇതിലേ ഉള്ളൂ. അപ്പുറം കണ്ടമുണ്ട്, കൃഷി ചെയ്യുന്ന കണ്ടമാണത്. ഈ വിഷമുള്ള അങ്ങോട്ടേ ചെല്ലുന്നത്. എന്തുമാത്രം 10-500 വീട്ടുകാരുണ്ട് ഇവിടെ തന്നെ. ആ കിണർ മുഴുവൻ ഇപ്പം ഞങ്ങളുടെ വെള്ളമൊക്കെ നിങ്ങൾ കുടിച്ചു നോക്കിയേ, ഒരു ആസിഡിൻ്റെ ടേസ്റ്റാണ് ആ വെള്ളത്തിന് മുഴുവൻ. ആ പരിസ്ഥിതിയിൽ ഇപ്പോൾ ഈ വാർഡിലുള്ളത്. ഈ വാർഡിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ളത്. പൂവന്തുരുത്തിൽ ഇത്രയും ഭാഗത്ത് ക്യാൻസറിൻ്റെ
ഏറ്റവും കൂടുതൽ ക്യാൻസർ ഈ ഭാഗത്താണ്. ഭയങ്കര ബുദ്ധിമുട്ടാ. എന്നാന്ന് വെച്ചാൽ ഇതുപോലെ ഈ വേസ്റ്റ് വെള്ളം മുഴുവൻ ഇങ്ങനെ വരുക. അതുപോലെ തന്നെ ചാക്ക് കെട്ടിനകത്തായി വെള്ളം വരുന്നത്. ഞങ്ങളുടെ അടുക്കളയിലെല്ലാം കയറും. പിന്നെ നിരന്ന ഇപ്പൊ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഞങ്ങൾക്ക് ഒരു 2-3 വർഷമായി കാണും അല്ലേ? 2-3 വർഷമായി ഇതുപോലെ ഈ അഴുക്ക് വെള്ളവും ബാത്റൂമിലെ വെള്ളമൊക്കെ തുറന്നു വിടുന്നെന്നാ പറയുന്നത്. അത് കാരണം ഇവിടെ ഓട വെട്ടിയതായിരുന്നു. അത് നാട്ടുകാർ കൂടി അത് ബ്ലോക്ക് ചെയ്ത്. കുടിക്കുന്ന വെള്ളം ഞങ്ങളത് കുടിക്കുന്നില്ല. ഞങ്ങള് അപ്പുറം പോയി ഒരു സ്ഥലത്തു നിന്നാണ് വെള്ളം കുടിക്കുന്നത്, കോരാനായിട്ട് എടുക്കുന്നത്. അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങളുടെ അടുക്കള കയറും. അടുക്കള കഴുകിയിട്ടിട്ട് ചിലപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് കഴുകിയിട്ടിട്ടാണ് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്.